അപ്പം ഞങ്ങളുടെ റീലൊക്കെ എടുക്കാൻ പോകും. ഒരാളോട് പറഞ്ഞപ്പോഴത്തേക്കും സാരി കൊടുത്ത് വന്നു എന്നിട്ട് ചോദിക്കും ഇത് ഉടുത്താൽ മതിയോ ഇല്ലേ? എനിക്കുണ്ട് കണ്ടന്റ് ക്യാരറ്റ്. അപ്പം ഞാൻ ഷോർട്സ് ഇടുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി എന്താന്ന് കണ്ടോ. എന്ത് കുശുമ്പിയാണെന്നറിയോ, ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എടുത്തതാണ്. എന്നിട്ട് എനിക്ക് ഓരോ സബ് കയറുമ്പോൾ ചോദിക്കും നിനക്ക് എത്ര ഫോളോ അല്ല എത്ര സബ്ബായി, നിനക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ എന്നെക്കാൾ കൂടില്ലേ അല്ലേ കൂടൂലേ? എനിക്കിപ്പോ അത്രയും പേര് 107 പേര്. കുശുമ്പേ എന്റെ കൂടൂന്ന് വെച്ചിട്ട് ഇങ്ങനെ. എനിക്ക് ഫേസ്ബുക്കില് 26K. അത് 26K നമ്മളൊക്കെ മറ്റേ ലക്ഷങ്ങളൊക്കെ വ്യൂസ്. 26K. പിന്നെ ഇൻസ്റ്റയില് 6000. പിന്നെ യൂട്യൂബില് 107. അഭിമാനത്തോടെ പറയുന്നത്. നമുക്ക് അത്ര ഒന്നുമില്ല ഫേസ്ബുക്കില്. ആകെ ഉണ്ടായിരുന്ന ഒരു ചാനൽ ഞാൻ ഡിലീറ്റ് ആയിക്കോട്ടെ. എനിക്കൊരു ഗുമ്മു വന്നു. എപ്പം പരിപാടി ഉണ്ടായാലും ഒരു നെയ്ച്ചോറ്, അതിന്റെ അപ്പുറം ഒന്നും പോകില്ല. ആദ്യമായിട്ട് ബിരിയാണി വെക്കുന്നത് ആദ്യമല്ല, നമ്മൾ നാളെ ഒരു ദിവസം വെച്ചില്ല. ഇനി ചേട്ടായി വന്നിട്ട് വേണം കേക്ക് മുറിക്കലും ഒക്കെ ഉണ്ടാക്കലും. അത് ഞാൻ ഉണ്ടായതിന്റെ ഓർമ്മകൾ. ഈ സമയപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടായത് 10 മണിയായില്ലേ? 9:30 ഉണ്ടായത്. അവനുണ്ടായപ്പോഴത്തേക്കാൾ വേദന ഞാനുണ്ടായപ്പോയിരുന്നില്ലേ? പിന്നെ അങ്ങനെ അങ്ങ് വലിയ ആശുപത്രിയില് പാവം, നമ്മളെയൊക്കെ സാധാ ആശുപത്രിയിലാണോ? അവനെന്ന് പറഞ്ഞാൽ അവനുണ്ടായപ്പോ നല്ല പൈസയൊക്കെ അത്യാവശ്യമാണ്. അതെ, അവനുണ്ടായപ്പോ റിച്ചായിരുന്നു. റിച്ച് നമ്മള് ഞാനുണ്ടായപ്പോഴത്തേക്കും പാപ്പറയില്ല. ഞാനല്ല കൊണ്ടുപോയത്, എന്നെ കൊണ്ടുപോയത് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാരാ കൊണ്ടുപോയത്. ആദ്യത്തെ പ്രസവമല്ലേ. പിന്നെ നീ ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഓപ്പറേഷനൊക്കെ ചെയ്തപ്പോൾ ഏറ്റവും ഓടിയാലോ നോക്കതാ. അത്രയ്ക്ക്. അതുകൊണ്ട് എന്താ ഒരു തങ്കംകുടം പോലത്തെ കൊച്ചിനെ കിട്ടിയില്ലേ? തങ്കക്കൂടം. 22 വയസ്സായി. എന്ത് തോന്നുന്നു? പിന്നെ എന്റെ കേക്കൊക്കെ മുറിക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ ടു പാട്ടൊന്നും പാടണം. ഞാൻ വലിയ കൊച്ചായി. എടാ കുഞ്ഞു പിള്ളേരെ പോലെ പാട്ടൊന്നും പാടത്താം. എനിക്ക് എന്ത് തോന്നുന്നു? അത് വേണ്ട, അത് മാത്രമില്ല. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കാം. അവിടെ പിടിച്ചു വെച്ചു. അമ്മിത് പൊന്നി കേക്ക് വേണ്ടി ഉറുമ്പാക്കിയിടുന്ന. എടാ ഇന്നാടാ കേക്കാടാ, തിന്നടാ. നീ തിന്നു ആക്കം പോലെ തിന്നു. അമ്മക്ക് ഇതേ തരാനുള്ളൂ. അമ്മ എനിക്ക് തന്നതായിരുന്നു. പിന്നെ വേറൊരാൾ തന്ന സാധനം ഞാൻ ഇത് ദൈവം തന്ന സാധനം. അപ്പൊ നമുക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉരുളി വെച്ചല്ലേ ഉണ്ടാക്കുന്നത്? ഉരുളി വെച്ച ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഉരുളിക്ക് അടപ്പില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2-3 വാഴയിലെടുത്ത് വെച്ച് സൈഡിൽ ഇതൊക്കെ ആക്കിയിട്ട് അടച്ച് കയറാണ്ട് വെക്കും. എന്ത് ചെയ്യാൻ? അടപ്പില്ലാണ്ട് എന്ത് ചെയ്യാനാ? ഏത് വാഴേന്ന് പൊട്ടുന്നേ? പൊട്ടാത്തത് വേണ്ടേ? വേണ്ട അമ്മ, പേരയ്ക്ക് നോക്ക്. ആദ്യമായിട്ട് 2 പേരയ്ക്ക ഉണ്ടായി നോക്ക്. കണ്ടോ? അതല്ല, മറ്റേ എടുത്തോ. കയറ്റി വെട്ടിക്കോ മാതാ. അപ്പൊ നമുക്ക് ഉള്ളി കാണാം. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കും. കുറെ വീഡിയോ ഉള്ളപ്പോ നമ്മൾ എന്തിനു കഷ്ടപ്പെടണം? ഫോണുള്ളപ്പോ ഫോണിൽ നോക്കുക, ഇഷ്ടമുള്ളതങ്ങ് ഉണ്ടാക്കുക, ഉള്ള സാധനം വെച്ചിട്ട് കേട്ടോ. അപ്പൊ കറി ഞാൻ വേവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി വേവിച്ചെടുക്കാം. നേരത്തെ ആ ഉള്ളിയും കൂടെ ഞാൻ കുറച്ചിട്ട് കൊടുത്തു.
അപ്പം മതി വേഗം വെച്ചിട്ടുണ്ട്, ഇനി വേവട്ടെ, കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കാം. അപ്പോൾ ചോറൊക്കെ നല്ല റെഡിയായി. അപ്പം ഞാൻ അതിലോട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടു. ഇനി ഇതിനെ നമുക്ക് തട്ടിപ്പൊത്തി വെക്കാം. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. അതെ, കാണുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി നമുക്ക് തിന്ന് നോക്കുമ്പം ബാക്കി അറിയാം അല്ലേ അമ്മേ? എല്ലാവരും പ്ലേറ്റ് തിന്നുമ്പോൾ നമ്മളല്ലേ തിന്നും. എനിക്കിനി പീസൊന്നും വേണ്ട, ചാറ് വേണ്ട. നോക്കട്ടെ എന്നിട്ട് കാണിക്കണം. ഇഷ്ടമല്ല.